നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ ക്രിക്കറ്റ് ലോകം IPLൻ്റെ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ ഓരോ ടീമുകളെക്കുറിച്ചും വിശദമായിട്ടുള്ള അനാലിസിസിലാണ് നമ്മളുള്ളത്. സംഭവം ഓപ്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ടീമുകളെക്കുറിച്ച് അനലൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1-2 മാസങ്ങൾ കഴിഞ്ഞല്ലോ ഓപ്ഷന് ശേഷം. അപ്പോൾ പല താരങ്ങളുടെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ, അതുപോലെ അവരുടെ ഫോമിൻ്റെ കാര്യത്തിലൊക്കെ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇപ്പോഴത്തെ നിലവാരം എന്താണ്, ഈ IPL തുടങ്ങുമ്പോൾ എന്താണ് സ്ക്വാഡിൻ്റെ സ്ഥിതി, ഇത് അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കളി ആസ്വദിച്ച് കാണണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സാധാരണ ചെയ്യാറ് ഉള്ള പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അങ്ങ് അവതരിപ്പിക്കുന്നതാണ് ഈ അനാലിസിസ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ PBKSനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ പല ടീമുകളുടെയും അനാലിസിസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, PBKSൻ്റെ സ്ക്വാഡ് ആദ്യം നോക്കാം. സ്ക്വാഡിൽ ശ്രേയസ് അയ്യർ, പ്രഭ്സിമ്രാൻ സിംഗ്, ശശാങ്ക് സിംഗ്, നഹാൽ വധേര, വിഷ്ണു വിനോദ്, ഹർനൂർ പന്നു, പൈല അവിനാഷ് എന്നിവരാണ് ബാറ്റർമാരായിട്ടുള്ളത്. ഓൾറൗണ്ടേഴ്സായിട്ട് മാർക്കസ് ടോയ്നിസ്, മാർക്കോ യെൻസൻ, അസ്മത്തുള്ള ഒമർസായി, ഹർപ്രീത് ബ്രാർ, പ്രിയാൻ ഷാരിയ, മുഷീർ ഖാൻ, സൂര്യാൻ ഷെഡ്ഗെ, മിച്ച് ഓവൻ, കൂപ്പർ കനോലി, ബെൻ ഡോർഷീസ്. ബൗളേഴ്സായിട്ട് അർഷ്ദീപ് സിംഗ്, യശ്വന്ദ്ര ചാഹൽ, വൈശാഖ് വിജയകുമാർ, യാഷ് താക്കൂർ, സേവ്യർ ബാറ്റ്ലെറ്റ്, പ്രവീൺ ഡ്യൂബെ, വിശാൽ നിഷാദ്, ലോക്കി ഫെർഗൂസൻ. ഇതാണ് സ്ക്വാഡ്. തോന്നുന്നു സൂപ്പർ നല്ല ഡെപ്തുള്ളൊരു സ്ക്വാഡ് എന്ന് തന്നെയായിരിക്കും ഒറ്റ നോട്ടത്തിൽ ഇതിനെക്കുറിച്ച് എല്ലാവരും പറയുക. ഒരു സംശയം വേണ്ട. പിന്നെ അവരുടെ തന്ത്രജ്ഞൻ റിക്കി പോണ്ടിങ്ങിൻ്റെ മികവും എല്ലാം കൂടി ചേരുമ്പോൾ ഇത്തവണയെങ്കിലും IPL ആ കിരീടത്തിലേക്ക് അവർ പോകുമെന്ന പ്രതീക്ഷയിൽ നിരവധി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം കൂടുതൽ ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. നോക്കാം എന്തൊക്കെയാണ് ആ ഒരു സ്ട്രെങ്ത്. ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ടാക്റ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി. അവരുടെ ഒരു സിംഗിൾ 11 മാത്രം പ്രധാനപ്പെട്ടത്, ബാക്കി അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റുള്ള താരങ്ങൾ അങ്ങനെയല്ല. ഇവിടെ നോക്കുക, അവർക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പേസർ വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ സീം ബൗളിംഗ് ഡെപ്തൊക്കെ വെച്ചിട്ട് അവർക്ക് കളിക്കാൻ പറ്റും. വേണമെങ്കിൽ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് അഡീഷണൽ സ്പിന്നർ അവർക്ക് കളിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ മോർ ബാറ്റിംഗ് കുഷ്യൻസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കണ്ടീഷൻ അനുസരിച്ച് ടീമിൻ്റെ ടാക്ടിക്സ് മാറ്റാൻ കപ്പാസിറ്റി ഉള്ളൊരു ഡെപ്ത് ഈ സ്ക്വാഡിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഒരർത്ഥത്തിൽ ബെസ്റ്റ് IPL സ്ക്വാഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് അവർ ഇത്തവണ മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ കളിക്കളത്തിൽ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സ്ട്രോങ് ഇന്ത്യൻ കോർ ഉണ്ട് എന്ന് പറഞ്ഞാൽ, മുമ്പ് ഉണ്ടായിരുന്ന പഞ്ചാബ് സൈഡ്സിനേക്കാൾ കുറച്ചുകൂടി ഒരു കോർ ഇന്ത്യൻ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സ് ഇമ്പോർട്ടൻ്റ് റോളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശ താരങ്ങളെ വെറുതെ റെസ്ക്യൂവിന്, ചില ടീമുകൾ അങ്ങനെ ഉണ്ട്, തകരുമ്പോൾ വിദേശ താരങ്ങളെ റെസ്ക്യൂവിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയല്ല, വിദേശ താരങ്ങളെ ഈ ഒരു സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഈ സ്ക്വാഡിൽ നോക്കുക, ശ്രേയസ് അയ്യർ, അർഷ്ദീപ് സിംഗ്, യശ്വന്ദ്ര ചാഹൽ, പ്രഭ്സിമ്രാൻ സിംഗ്, ശശാങ്ക് സിംഗ്, നഹാൽ വധേര. സോ ഇന്ത്യൻ കണ്ടീഷനിൽ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരങ്ങൾ തന്നെ, ഇന്ത്യക്കാരായ താരങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഇത് സ്ക്വാഡിൻ്റെ എൻ്റയർ ഇക്വേഷനെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം അവരുടെ ബൗളിംഗ് വെറൈറ്റിയാണ്. വ്യത്യസ്ത ഫേസുകളിൽ, കളിയുടെ വ്യത്യസ്ത ഫേസുകളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ബൗളിംഗ് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഹർഷ്ദീപ് സിംഗ് നോക്കുക, അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആം ആംഗിൾ പവർ പ്ലേസിലും ഡെത്ത് ഓവേഴ്സിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. ചാഹൽ അവർക്ക് ഒരു അറ്റാക്കിംഗ് റിസ്റ്റ് സ്പിൻ ഓപ്ഷൻ നൽകുകയാണ്. മിഡിൽ ഓവറുകളിൽ അറ്റാക്കിംഗ് റിസ്റ്റ് സ്പിൻ ഓപ്ഷൻ ചാഹലിലൂടെ സാധ്യമാണ്. പിന്നെ മാർക്കോ യെൻസൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബൗൺസ് പവർ പ്ലേയിൽ ഒരു ത്രെട്ട് തന്നെയാണ് എതിർ ടീമിന്. പിന്നെ ഹർപ്രീത് ബ്രാർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും വേണ്ട ഘട്ടങ്ങളിൽ റണ്ണൊഴുക്ക് തടയാനും മറ്റുമൊക്കെയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. സേവ്യർ ബാറ്റ്ലെറ്റ്, ഡോർഷീസ്,
വൈശാഖ്, യാഷ് താക്കൂർ ഇവരെല്ലാവരും ഡിഫറൻറ്റ് പ്രൊഫൈൽ ഓഫർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ബൗളിങ്ങിലെ വൈവിധ്യം വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ആകെയുള്ളൊരു ചെറിയ ആശങ്ക എന്ന് പറഞ്ഞാൽ ലോക്കി ഫെർഗൂസിൻ്റെ കാര്യമാണ്. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾക്ക് അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല. എന്നാൽ പോലും അവർക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബൗളിംഗ് നിരയുണ്ട്. വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സൊല്യൂഷൻസ് അവൈലബിൾ ആകുമ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് നൽകാറില്ലല്ലോ. എന്താ അങ്ങനെ ഒരു താത്വികമായ അവലോകനം നിന്ദിക്കണ്ട. ഇപ്പോൾ 2 റോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളാണ് മിക്കവരും. ചില ഘട്ടങ്ങളിൽ നല്ല പ്രഷർ ഘട്ടങ്ങളിൽ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഒന്നിലധികം മൾട്ടി പർപ്പസ് പ്ലെയേഴ്സിനെ ഉപയോഗപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി കൂടുതലുണ്ടായിരിക്കും. പക്ഷേ ഗെയിമിൻ്റെ കണ്ടീഷൻ നേരെ തിരിഞ്ഞു വന്നാൽ സ്പെഷ്യലിസ്റ്റുകൾ ആവശ്യം വരും. അത്തരം ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടെൻഷൻ ത്രൂ ഔട്ട് ദി സ്ക്വാഡിൽ റൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ടീമിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് 11 ഇറക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ടോപ്പ് ഓർഡർ സ്റ്റെബിലിറ്റി നമ്മൾ എപ്പോഴും അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രഭ്സിമ്രാൻ സിംഗ് ഗെയിമുകൾ വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു ഹൈ വൊളാറ്റിലിറ്റി ഓപ്പണറാണ്. പിന്നെ പ്രിയാൻഷാരിയുടെ കാര്യം തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അഗ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ അത് ടീമിന് തുടക്കം പിഴക്കാനും മികച്ച രൂപത്തിലാവാനും സാധ്യത. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കൺസിസ്റ്റൻസി. ഇപ്പോൾ ശ്രേയസ് അയ്യരുടെ കാര്യത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഓൾറൗണ്ട് അറ്റാക്കർ അല്ലെങ്കിൽ ഓൾറൗണ്ട് എൻഫോഴ്സർ എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കുറച്ചുകൂടി കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു അൺഈവൻ സ്റ്റാർട്ടിനുള്ള സാധ്യതയുണ്ട് ബാറ്റിങ്ങിൽ എന്നർത്ഥം. എന്നാലും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ബാറ്റിംഗ് സ്ട്രെങ്ത് പിന്നാലെ വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രശ്നം പരിഹരിച്ചു പോയേക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ലോക്കി ഫെർഗൂസൻ ഇല്ല എന്നുള്ളത് അത് തുടക്കത്തിലൊരു പക്ഷെ അവർക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബൗളിങ്ങിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ടീമിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ ശ്രേയസിന് ഒരു കാം ആൻഡ് ക്ലിയർ കോമ്പറ്റീറ്റീവ് സെൻറ്റർ കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ മാനസികമായിട്ട് ഒരുക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയും. പിന്നെ ഇന്ത്യൻ ബാറ്റിംഗ് ഡെപ്ത്ത് അത് ഓവർസീസ് ഡിപ്പെൻഡൻസ് നമുക്ക് ഒരൽപ്പം കുറക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല വ്യത്യസ്ത കോമ്പിനേഷനുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സഹായിക്കും. പിന്നെ പ്രിയാൻഷ്, മുഷീർ, കനോലി, ബാറ്റ്ലെറ്റ് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ വേണമെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം അങ്ങ് പുറത്തെടുത്താൽ കളി തന്നെ കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ളവരാണ്. അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ ലഭിക്കുന്നത്. ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ടു മച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ, കൃത്യമായ സൊല്യൂഷൻസ് ചില മാച്ച് സിറ്റുവേഷനുകളിൽ അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാവും, കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും. പിന്നെ ശ്രേയസ്, അർഷ്ദീപ്, ചാഹൽ ഇവരാണ് ടീമിലെ സീനിയർ താരങ്ങൾ. അവരുടെ ഭാഗത്ത് നിന്ന് ഫോം ഡിപ്പ് ഉണ്ടായാൽ ആ ടീമിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ദെൻ അണീവൻ സ്റ്റാർട്ട് അതിന് സാധ്യതയുണ്ട്. ചില കളികളിൽ നല്ല സ്റ്റാർട്ട് ലഭിക്കാം, ചില കളികളിൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. അപ്പോൾ ഇത് മിഡിൽ ഓർഡറിൻ്റെ മേലെ വലിയ രൂപത്തിൽ പ്രഷർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് അതിൽ ത്രെട്ടുകളായിട്ട് എന്തായാലും ഇപ്പോൾ പറയാനുണ്ടാവുക. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്ലെയർ എന്ന് ഒരു എക്സ് ഫാക്ടർ എന്ന് പറയാവുന്ന ഒരാൾ ആരാണ്? നെഹാൽ വധേര തന്നെയാണ്. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. നെഹാലിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. നെഹാൽ ലെഫ്റ്റ് ഹാൻഡഡ് ബാലൻസ് കൊടുക്കുന്നതാണ്. മിഡിൽ ഓർഡറിൽ വളരെ കാമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നല്ല രൂപത്തിൽ കൊണ്ടുപോയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ആരൊക്കെയായിരിക്കും അവരുടെ ആദ്യ 11 ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരങ്ങൾ, അല്ലെങ്കിൽ ബെസ്റ്റ് 11 എങ്ങനെ ഉണ്ടാകും നമ്മൾ നോക്കിയാണ്. പ്രഭ്സിമ്രാൻ സിംഗും പ്രിയാൻഷാരിയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ ശ്രേയസ് അയ്യർ, നെഹാൽ വധേര, മാർക്കസ് സ്റ്റോയിനിസ്, ശശാങ്ക് സിംഗ്, അസ്മത്തുള്ള ഒമർസായി, ഇനിയിപ്പോൾ ഒമർസായി അല്ലെങ്കിൽ പിന്നെ മിച്ചിലോവനോട് ഉപയോഗപ്പെടുത്താം. ദെൻ മാർക്കോ യെൻസൺ, സാവിയർ ബാറ്റ്ലെറ്റ്, ഹർപ്രീത് ബ്രാർ, അർഷ്ദീപ് സിംഗ്. ഇപ്പോൾ
ലോക്കി ഫെർഗൂസൺ തിരികെ വന്നാൽ ബാറ്റ്ലറ്റിൻ്റെ സ്ഥാനത്ത് ലോക്കി ഫെർഗൂസൺ തന്നെ കളിച്ചേക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11 ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് യശ്വേന്ദ്ര ചാഹലിനെയും ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ ഇത്തവണ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്വാഡ് എന്ന് പറയാവുന്നത് PBKസിനുണ്ട്. കളിക്കളത്തിൽ അവർക്കത് പ്രാവർത്തികമാക്കി ക്രീഡത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.